ഒന്ന്, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഇറാനെ പിന്തുണയ്ക്കുന്നതാണ്, ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, അവിടുത്തെ ഇന്ത്യൻ ജനതയെ പിന്തുണയ്ക്കുന്നതാണ് രാജ്പി നായർ പറയുന്നത്. ഇതെന്തൊരു മണ്ടല്ലോ. ഈ ഖമേനി എത്ര തവണ ഇന്ത്യയുടെ പരമാധികാരത്തിൽ കയറി സംസാരിച്ചിട്ടുണ്ട്? 4 തവണ, 4 തവണ. കാശ്മീരിലെ വിഷയത്തെ കുറിച്ചിട്ട്, ഡൽഹിയിലെ വിഷയങ്ങളെ കുറിച്ചിട്ട്, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിനെ കുറിച്ചിട്ട് ഒക്കെ ഇന്ത്യയുടെ പരമാധികാരത്തെ കുറിച്ചിട്ട് പലതവണ പറഞ്ഞിട്ടുള്ള കടന്നുകയറ്റം നടത്തിയുള്ള ഒരു വ്യക്തി കൂടിയാണെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഇമാതിരി വിവരക്കേട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് അന്ന് സൂചിപ്പിക്കാൻ പറ്റുള്ളത്. മാത്രമല്ല, ഇറാന്റെ പരമോന്നത നേതാവ്, ഇറാന്റെ സുപ്രീം ലീഡർ ആയത്തുള്ള അലി ഖാംനെയി വധിക്കപ്പെട്ടു. ആ സന്ദർഭത്തിൽ അതിനെ വാക്കുകൊണ്ട് അപലപിക്കുക പോലും വേണ്ട എന്ന് ഇന്ത്യ പോലെ ചേരിചേരാ നയം അതിന്റെ അടിസ്ഥാന വിദേശ നയമായി സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രത്തിന് നിലപാടെടുക്കാൻ കഴിയുമോ? ഇവിടുത്തെ പ്രശ്നം എന്താണ് നോക്കൂ. ഇവിടെ ഇസ്രായേലും ഹമാസും തമ്മിൽ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഹമാസിനെ പിന്തുണയ്ക്കണം. അതോടൊപ്പം തന്നെ ഇസ്രായേൽ അമേരിക്ക സഖ്യം ഇറാനുമായി യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇറാനെ പിന്തുണയ്ക്കണം. ഈ തിയറി ആരാ അഭിലാഷ കൊണ്ടുവരുന്നത്? ഈ തിയറി കേരളത്തിലെ രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കൊണ്ടുവരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത്, നമ്മുടെ നടപടി എന്ന് പറയുന്നത് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്കൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഇന്ത്യ എന്ന രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കും ഇന്ത്യൻ ജനതയുടെ താല്പര്യങ്ങൾക്കനുസരിച്ചിട്ടുമാണ് നമ്മൾ നിലപാടെടുക്കാന്നേ. അതല്ലാതെ ഏതെങ്കിലും പ്രത്യേക ഒരു റീസൺ വെച്ചിട്ട് നമുക്ക് നിലപാടെടുക്കാൻ വേണ്ടി പറ്റുമോ? നിലവിലെ അവസ്ഥയിൽ ഇരു രാജ്യങ്ങളുമായി നമുക്ക് നല്ല സൗഹൃദം തന്നെയാണുള്ളത്. ഇസ്രായേൽ നമ്മളെ സഹായിച്ചിട്ടില്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? ഇസ്രായേൽ ഇന്ത്യയുടെ സുഹൃത്തല്ല എന്ന് പറയാൻ വേണ്ടി പറ്റുമോ? പറ്റില്ലല്ലോ. ഇപ്പൊ ഇന്നിപ്പോ സോണിയാഗാന്ധിയുടെ ഇന്നലെ വന്നിട്ടുള്ള മറ്റേ ആ കത്തില്, ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള കത്തില് അവർ പറയുന്ന പ്രധാനമന്ത്രി എന്തുകൊണ്ടാണ് UAE പ്രസിഡന്റിനെ വിളിക്കുകയും ഈ ഇറാന്റെ അധികാരികളെ വിളിക്കാതെ ഇരിക്കുകയും ചെയ്തെന്നാണ്. രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട. നോക്കി ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ വിഷയത്തിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ആരെയാണ് വിളിക്കേണ്ടത്? ഇന്ത്യൻ സർക്കാരും ഇന്ത്യൻ പ്രധാനമന്ത്രിയും ഇന്ത്യൻ ജനതയും എവിടെയാണ് കൺസേൺ ആവേണ്ടത്? നമ്മൾ കൺസേൺ ആവേണ്ടത് കൂടുതലായിട്ട് ഗൾഫ് കൺട്രീസിനെ വെച്ചാണ്. കാരണം 1 കോടിയോളം വരുന്ന ഇന്ത്യൻ ജനത അവിടെയുണ്ട്. ഏകദേശം 22-21 ലക്ഷത്തോളം വരുന്ന മലയാളികൾ ആ പ്രദേശത്തുണ്ട്. അങ്ങോട്ട് ഇറാൻ ആക്രമിക്കുകയല്ലേ? ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിന്റെ നിലപാടെന്താ കാര്യത്തിൽ? സോണിയാഗാന്ധിയുടെ നിലപാടെന്താ? സോണിയാഗാന്ധി പറയുന്നത് എന്തുകൊണ്ട് UAE പ്രസിഡന്റിനെ വിളിച്ചു എന്നാണ് സോണിയാഗാന്ധി ചോദിക്കുന്നത്. എന്താ വിളിക്കണ്ടേ? ഇവിടെ നമ്മുടെ താല്പര്യം എവിടെയാണ്? അതാണ് ചോദിക്കുന്നത്. നമ്മുടെ താല്പര്യം എവിടെയാണ്? നമ്മുടെ താല്പര്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ജനത ആക്രമിക്കപ്പെടാതെ ഇന്ത്യൻ ജനത മുമ്പോട്ട് പോകാന്നുള്ളതാണ്. രാഹുൽ ഗാന്ധി ഇന്ന് ചോദിക്കുന്ന ചോദ്യം ശ്യാംരാജ് കേൾക്കൂ. PM Modi must speak up. Does he support the assassination of head of a state as a way to define the world order? Silence now diminishes India's standing in the world. ഈ മൗനം ഇന്ത്യയുടെ ലോകത്തെ അത് ദുർബലമാക്കുന്നു എന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത്. എന്റെ കൊച്ചേട്ട നിങ്ങൾക്കും കൂടിയോ? 4 ആളെ കണ്ട അവന്റെ തലക്ക് ഭ്രാന്താണെന്ന് അറിയത്തില്ലേ? വെറുതെ തള്ളിയിട്ട് പോയതാ. ഇങ്ങനെ കോൺഗ്രസ്സുകാർ പറയുന്നതിനകത്തൊക്കെ എന്തൊരു ന്യായമുണ്ട് അഭിലാഷേ? കോൺഗ്രസ്സുകാർ പറയുന്നത് ന്യായമുണ്ട്. എന്നിട്ട് ഇതേ കോൺഗ്രസ് സർക്കാരിന് 3 തവണയല്ലേ അന്താരാഷ്ട്ര ഏജൻസി ആണവോർജ ഏജൻസിയിൽ ഈ പറയുന്ന ഇറാനെതിരെ വോട്ട് ചെയ്തിട്ടുള്ളത്? 1 അല്ല 3 തവണ. അന്ന് ഇവരുടെ മര്യാദയൊക്കെ അവിടെ പോയി. ഇവിടെ ഞാൻ പറയുന്നത് നമ്മുടെ നിലപാടുകൾ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തിന്റെ പൗരന്മാരെ നോക്കിയിട്ടാണ്, അവരുടെ താല്പര്യങ്ങൾ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഞാൻ വീണ്ടും ചോദിക്കുന്നത്, എന്തുകൊണ്ടാണ്? പിന്നെ ഈ പരമാധികാരം, ഈ ഖമേനി എത്ര തവണ ഇന്ത്യയുടെ പരമാധികാരത്തിൽ കയറി സംസാരിച്ചിട്ടുണ്ട്? പരമാധികാരത്തെ കുറിച്ചിട്ട് അത് പറയണ്ടേ? എന്ത് 4 തവണ, 4 തവണ. കാശ്മീരിലെ വിഷയത്തെ കുറിച്ചിട്ട്, ഡൽഹിയിലെ വിഷയങ്ങളെ കുറിച്ചിട്ട്, ആർട്ടിക്കിൾ 370 എടുത്തു മാറ്റിനെ കുറിച്ചിട്ട് ഒക്കെ ഇന്ത്യയുടെ പരമാധികാരത്തെ കുറിച്ചിട്ട് പലതവണ പറഞ്ഞിട്ടുള്ള കടന്നുകയറ്റം നടത്തിയുള്ള ഒരു വ്യക്തി കൂടിയാണെന്ന് ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഏതെങ്കിലും ഒരു ഭാഗത്ത് ചേർന്നിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു ഭാഗത്ത് ചേർന്നിട്ട് ചേരുന്നേരം ഇതാന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അങ്ങനെയല്ലോ. ചേരാൻ നയം ഒരു ചേരിയിലും ചേരരുത്. ഇതാണ് ചേരി എന്ന് ആരാ ചേരി? ഭാഗത്തെ വിളിച്ച് ആശ്വസിപ്പിക്കുകയും മറുഭാഗത്തെ വിളിക്കാതിരിക്കുകയും ചെയ്യണം. ഏത് ഭാഗത്തെ വിളിച്ചു? ഏത് ഭാഗത്തെ ആശ്വസിപ്പിച്ചു? ആശ്വസിപ്പിച്ചത് GCC കൺട്രിയിലെ തലവന്മാരെ ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന്. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അവിടെ നമ്മുടെ രാജ്യ താല്പര്യമാണ് കൺസേൺ എന്ന് അത് കൃത്യമായിട്ട് ചെയ്തില്ല. അതിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? പരാതി പറയാണ്. കോൺഗ്രസ് പരാതി വിളിച്ചെന്ന് ചോദിച്ചിട്ട് ഇതല്ല കോൺഗ്രസ് പരാതി പറ. കോൺഗ്രസിന് ഈ ഇന്ത്യൻ ജനതയെ കുറിച്ചോട് സംസാരിച്ചത്, അല്ലെങ്കിൽ അവരുടെ താല്പര്യം സംരക്ഷിച്ചതിനെ കുറിച്ച് സംസാരിച്ചതിന് താല്പര്യമില്ല. അവർ മറ്റു ചില കാരണങ്ങൾ കൊണ്ട് ഇപ്പോഴും ഇറാന് വേണ്ടി സംസാരിക്കുന്നതാണ് പറയുന്നത്. അച്ഛൻ പറഞ്ഞു ഇതിലും ഭേദം കട്ടപ്പാറയായി കക്കാൻ ഇറങ്ങുന്നതാണെന്ന്. കുറെ ഇറാനെ ഡീസ്റ്റെബിലൈസ് ചെയ്യുക എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുകയുമാണ്. അത്രയും സുപ്രധാനമായ ഒരു ആക്രമണം ഇന്ത്യൻ പ്രധാനമന്ത്രി പോയി അടുത്ത ദിവസം തന്നെ നടക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന് ഇത്തരം കാര്യങ്ങളിലൊക്കെ പിന്തുണ നൽകുകയാണോ ഇന്ത്യൻ അഡ്മിനിസ്ട്രേഷൻ? ആ ചോദ്യത്തിന് ഉത്തരവുണ്ടോ? ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതെ ആലോചിച്ചു. ഇപ്പോ
ഇത്ര വലിയൊരു ആക്രമണം ഉണ്ടാകാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അമേരിക്കയും അതോടൊപ്പം തന്നെ ഇസ്രായേലും ചേർന്നിട്ട് ഇറാൻ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അതിന് തൊട്ടടുത്ത തല ദിവസങ്ങളിൽ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നു. ഒന്ന് ആലോചിക്കട്ടെ, ഇതിനകത്തിന് നിങ്ങൾ ഈ പറയുന്ന ഒരു ബന്ധം ഉണ്ടെന്ന് തന്നെ വെച്ചു, അതിപ്പോ ലോകത്തെ മൊത്തം കാണിച്ചുകൊണ്ടാണ് ചെയ്യുക. ഇതൊക്കെ എത്ര ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ആരോപണം ആലോചിക്കും. ഈ വിദേശ രാജ്യങ്ങളുമായിട്ട് എല്ലാ രാജ്യങ്ങളുമായിട്ടും നല്ല ബന്ധം സ്ഥാപിക്കുന്ന പ്രധാനമന്ത്രി പോയതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു യുദ്ധം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇന്ത്യൻ പ്രധാനമന്ത്രി അവിടുത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി കൂടെ ഒരുമിച്ചിരുന്ന് ചായ കുടിച്ചിട്ടാണ് പ്ലാൻ ചെയ്യുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് മാത്രമേ ഇമാതിരി വിവരക്കേട് പറയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് അന്ന് സൂചിപ്പിക്കാൻ പറ്റുള്ളത്. നന്നായിട്ടുണ്ട്. സാമാന്യ ലോജിക്കില്ലാത്ത ഈ നയതന്ത്ര ബന്ധങ്ങളെ കുറിച്ചൊക്കെ യാതൊരു ബോധവുമില്ലാത്ത അന്താരാഷ്ട്ര യുദ്ധങ്ങളെ കുറിച്ചിട്ട് ഒന്നും അറിയാത്ത ആളുകൾക്ക് മാത്രമേ ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറ്റൂ. അല്ലാതെ ഇതിനകത്ത് ഏതെങ്കിലും രീതിയിലുള്ള സാമാന്യ ബുദ്ധിയുണ്ട്, ലോജിക്കുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഒരെണ്ണം കൊടുക്കട്ടെ സാറേ. ഇവിടെ കഴിഞ്ഞ സമയത്ത് ശ്രീ രാജു പി നായർ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹം എന്തൊക്കെയോ വലിയ പ്രസംഗം നടത്തുകയായിരുന്നു വിഷയത്തിൽ നിന്ന് തെന്നി മാറിയിട്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അദ്ദേഹത്തിന് ഉത്തരം കൊടുക്കുക കൂടി ചെയ്യാതെ പോകാൻ വേണ്ടിയിട്ട് പറ്റില്ല. എന്റെ നമ്പരായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. അദ്ദേഹം അന്താരാഷ്ട്ര ബന്ധങ്ങൾ എങ്ങനെയാണ് BJPക്ക് അറിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. ചീനി ഇന്ത്യ ബായ് ബായ് എന്ന് പറഞ്ഞിട്ട് അന്താരാഷ്ട്ര ബന്ധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചൈനയുടെ അടുത്ത് പോയിട്ടാണ് 62 യുദ്ധത്തിൽ കേരളത്തിന്റെ അത്രയും വലുപ്പമുള്ള അക്സൈറ്റിന് നമുക്ക് നഷ്ടപ്പെട്ടു. കോൺഗ്രസ് ഭരിച്ചപ്പോഴാ ഇവരുടെ നേതാവ് നമ്മുടെ പ്രധാനമന്ത്രി എന്നുള്ള ജവഹർലാൽ നെഹ്റു ഭരിച്ചപ്പോഴാണ്. വലിയ അന്താരാഷ്ട്ര നേതാവൊക്കെ ആയിരുന്നു, അന്താരാഷ്ട്ര ബന്ധങ്ങളൊക്കെ നന്നായിട്ട് അറിയുന്ന. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ, എന്നാ എനിക്കത് ഓർമ്മയില്ല. പിന്നെ ഇന്ത്യ ബംഗ്ലാദേശ് ഫോർമേഷന്റെ സമയത്ത് 90,000-ഓളം വരുന്ന സൈനികർ, പാകിസ്ഥാൻ സൈനികർ ഇന്ത്യയുടെ ഒപ്പം ഉണ്ടായിരുന്നു. എന്നിട്ട് അവരെ മൊത്തം വിട്ടുകൊടുത്തു. അതൊന്നും പോരാഞ്ഞിട്ട് അന്ന് കൊണ്ടുവന്ന് അന്ന് ഫോം ചെയ്ത ബംഗ്ലാദേശിനെ കൊണ്ട് ഇന്ത്യക്ക് ഇപ്പൊ ഇരിക്കാൻ വേണ്ടി പോലും പറ്റാതായി. ഇതാണ് ഇവരുടെ അന്താരാഷ്ട്ര നിലവാരമുള്ള ചിന്തകളും ബന്ധങ്ങളും എന്നൊക്കെ പറഞ്ഞു. അടുത്തത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള നമ്മുടെ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ടെൻഷൻ, അതായത് ഇപ്പോൾ ആ മേഖലയിൽ ഇറാൻ അല്ലെങ്കിൽ ആ ഗൾഫ് മേഖലകളിൽ നിലനിൽക്കുന്ന ടെൻഷൻ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യ ഇടപെടണം. ആ ഇന്ത്യ ഇടപെടൽ എന്ന് പറയുന്നത് ഇറാനെ പിന്തുണച്ചുകൊണ്ടാണെന്നാണ്. എന്തൊരു മണ്ടൻ വാദമാണെന്ന് ആലോചിച്ച് നോക്കി. നല്ല ഐഡിയ. ഒന്ന്, ഇറാൻ ഗൾഫ് രാജ്യങ്ങളിൽ മുഴുവൻ ബോംബിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജനവാസ കേന്ദ്രങ്ങളും അവരുടെ ഹോട്ടലുകളും അവരുടെ എയർപോർട്ടുകൾ, ഇന്റർനാഷണൽ എയർപോർട്ടുകൾ അടക്കമുള്ളവ ബോംബിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇറാൻ. ആ ഇറാനെ പിന്തുണയ്ക്കുന്നതാണ് ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം നിൽക്കുന്നത്, അവിടുത്തെ ഇന്ത്യൻ ജനതയെ പിന്തുണയ്ക്കുന്നതാണ് രാജു പി നായർ പറയുന്നത്. ഇതെന്തൊരു മണ്ടൻ ലോജിക്കാണ്? മനസ്സിലായി. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? അതായത് ഗൾഫ് രാജ്യങ്ങൾ സംഘർഷത്തിലേക്ക് ഇറാനുമായിട്ട് നീങ്ങുമ്പോൾ ആ ഇറാന് പിന്തുണ കൊടുക്കണമെന്ന് കോൺഗ്രസിന്റെ പ്രതിനിധി ഇവിടെ ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെന്തൊരു ലോജിക്കാണ്? അത് അദ്ദേഹം തന്നെ പറഞ്ഞോട്ടെ, അത് കൂടുതൽ എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിൽ കേൾപ്പിച്ചപ്പോൾ നിനക്ക് തൃപ്തിയായില്ലടാ. അടുത്തൊരു പോലുള്ള പറഞ്ഞിട്ട് നിർത്താം. എപ്സ്റ്റീൻ ഫയൽസിൽ ആകെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? അനിൽ അംബാനി അവിടെ പോയി അനിൽ അംബാനി അയച്ചിട്ടുള്ള മെയിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ഒന്നും പറഞ്ഞിട്ടില്ല. വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ വർത്താനം പറയാൻ വേണ്ടി പാടില്ല. അങ്ങനെയെങ്കിലും ജോർജ് സോറോസും രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള എന്തൊക്കെ ആരോപണങ്ങൾ വന്നിട്ടുണ്ടെന്നേ. ഈ ജോർജ് സോറോസ് എഴുതി കൊടുക്കുന്ന അനുസരിച്ചിട്ടാണ് ഈ പറയുന്ന വോട്ട് ചോരി ആരോപണം അടക്കമുള്ളവ ഈ രാഹുൽ ഗാന്ധി ഉന്നയിച്ചെന്ന് പറഞ്ഞാലോ? അപ്പൊ അങ്ങനെ വെറുതെ അങ്ങോട്ട് ആരെങ്കിലും എവിടെയെങ്കിലും പറഞ്ഞു പറയാൻ വേണ്ടി പറ്റുമോ? ശ്രീ നരേന്ദ്രമോദി എഫ്സിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് കാണുക പോലും ചെയ്തിട്ടില്ല. അവിടെ അനിൽ അംബാനി മെയിൽ അയച്ചു എന്നുള്ളത് മാത്രമാണ്. അനിൽ അംബാനി നരേന്ദ്രമോദിജിയുടെ പേര് വെച്ചിട്ട് മെയിൽ അയച്ചു എന്നുള്ളത് മാത്രമാണ് ആ റിപ്പോർട്ടിലുള്ളത്. അങ്ങനെ പറയണമെങ്കിൽ രാഹുൽ ഗാന്ധിയെ കുറിച്ച് എന്തൊക്കെ പറയണം, സോണിയാഗാന്ധിയെ കുറിച്ചിട്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇറ്റലി അവരുടെ ബന്ധവും അതോടൊപ്പം തന്നെ പൗരത്വവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ. കാർഗിൽ യുദ്ധ സമയത്ത് നമ്മളെ പൊഖ്രാനിലെ അണുവായുധമൊക്കെ പരീക്ഷിച്ചിട്ട് ഇരിക്കുന്ന സമയത്താണ്. ആ സമയത്ത് ലോകരാജ്യങ്ങൾ മൊത്തം ഇന്ത്യക്കെതിരെ നിന്നപ്പോൾ ഇന്ത്യക്ക് എല്ലാവിധ പിന്തുണയുമായിട്ട് വന്നിട്ടുള്ളതാണ് ആര്? ഇസ്രായേൽ. ഈ ഗാൽവാനിലെ വിഷയം ഉൾപ്പെടെ ഉണ്ടായ സമയത്ത് ഇസ്രായേൽ പിന്തുണയായിട്ട് വന്നിട്ടുള്ളതാണ്. പക്ഷേ എന്നിട്ടും ഇന്ത്യ എടുത്ത നിലപാട് എന്താണ്? മേഖലയിൽ ശാന്തിയും സമാധാനവും ഉണ്ടാവണം എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് കോൺഗ്രസ് പറയുന്ന ഇല്ലോജിക്കലായിട്ടുള്ള യുക്തിരഹിതമായിട്ടുള്ള കാര്യങ്ങൾ പറയലും അംഗീകരിക്കലുമല്ല പ്രധാനമന്ത്രിയുടെയും ഇന്ത്യൻ സർക്കാരിന്റെയും പണി എന്നവർ നന്നായിട്ട് മനസ്സിലായിക്കോട്ടെ. നല്ലോണം കിട്ടിയോ? സാമാന്യം ഭേദപ്പെട്ട രീതിയിൽ പോട്ടെ അമ്പിമനെ പോട്ടറ സാറേ, ഒന്നും വിചാരിക്കില്ലേ മക്കളെ, മാമനോടൊന്നും തോന്നല്ലേ?